പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ, പ്രൈസ് ദി ലോർഡ്, പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. Now to him who is able to do immeasurably more than all we ask or imagine, according to his power that is at work within us. Praise God. To him be glory in the church and in Christ Jesus throughout all generations, forever and ever. Amen. Praise the Lord. Ephesians 3:20 and 21 words. Amen. Praise the Lord. അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 33:14. ഹല്ലേലൂയ. ആമീൻ. Praise the Lord. My presence will go with you and I will give you rest. Praise the Lord. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാൺകെ നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:11 വാക്യം. Praise the Lord. For as the soil makes the sprout come up and a garden causes seeds to grow, so the sovereign Lord will make righteousness and praise spring up before all nations. Amen. Praise the Lord. Hallelujah. Praise the Lord. Instead of your shame, you will receive a double portion, and instead of disgrace, you will rejoice in your inheritance, and so you will inherit a double portion in your land, and everlasting joy will be yours. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:7. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:7 വാക്യം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇങ്ങനെ ദൈവമക്കൾ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവമക്കളായി തീരുന്നവർ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട്, സ്തോത്രം, ദൈവകരങ്ങളിൽ അവർ, ആമേൻ, സ്തോത്രം, ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്തെ ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. ആമേൻ. ഈ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഇന്ന് നമ്മൾ ഈ വചനങ്ങൾ കേട്ടതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം.